ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചത് എങ്ങനെയാണ് ഈ വൈല് കിട്ടിയത്, എന്തായിരുന്നു ഇൻ്റർവ്യൂ പ്രോസസ്സ്, എന്തൊക്കെ എലിജിബിലിറ്റി, അങ്ങനെ കുറേ ആൾക്കാർ എന്നോട് കുറേ ക്വസ്റ്റ്യൻസ് ആ ഒരു വീഡിയോ വൈറലായി കഴിഞ്ഞിട്ട് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഈ വൈലത്തെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. ഞാനൊരു 4 years കണ്ടിന്യൂസ്ലി ഈ വൈല് ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. പല റോളിന് അപ്ലൈ ചെയ്തു. എനിക്ക് തന്നെ അറിയത്തില്ല, ഞാൻ ഡിസ്ക്രിപ്ഷനൊക്കെ വായിച്ച് നോക്കിയിട്ട് എനിക്ക് പറ്റുന്നു എന്ന് തോന്നുന്ന എല്ലാ റോളിനും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ഇൻ്റർവ്യൂ കോള് പോലും എനിക്ക് വന്നിട്ടില്ല ലാസ്റ്റ് ഒരു 4 years. അപ്പോൾ റിജക്ഷൻ വരും, എപ്പോഴും ഫിൽഡ്, ആപ്ലിക്കേഷൻ ഫിൽഡ്, അങ്ങനത്തെ ഉള്ളൊരു റിജക്ഷൻ ഇമെയിൽസ് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. എന്നാലും ഞാൻ വീണ്ടും അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ഞാൻ ഫ്രാഗ്മണിൽ ജോയിൻ ചെയ്യുന്നു, ഇമിഗ്രേഷനിൽ ജോയിൻ ചെയ്യുന്നു. ഇമിഗ്രേഷനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഒരു 9 months 10 months എന്തോ ആയപ്പോഴേക്കും അവിടുന്ന് കുറേ ആൾക്കാർക്ക് അവിടുത്തെ ഇമിഗ്രേഷനിലേക്ക് ജോലി കിട്ടി ഇങ്ങനെ പോകാറുണ്ട്. അവിടുന്ന് തിരിച്ചുവിടുന്ന അങ്ങോട്ടും അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ പോകാറുണ്ട്. അപ്പം ഞാൻ അതിങ്ങനെ കേട്ടിട്ടുമുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു സീനിയറെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ ആ ആൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇമിഗ്രേഷൻ അല്ലേ നീ നോക്കുന്നു, അപ്പോൾ ഇമിഗ്രേഷൻ്റെ റോൾസ് കാണുമ്പോൾ റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ റെഫർ ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ എന്നെ ഓൾറെഡി അവിടെയുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സും റെഫർ ചെയ്തിട്ടുള്ളതുകൊണ്ട് ആൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പുതിയൊരു ഇമെയിൽ ID ഉണ്ടാക്കി എൻ്റെ റെസ്യൂമെ ഞാൻ അങ്ങനെ കൊടുത്തിട്ട് ആളുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ആദ്യം ഇങ്ങനെ കുറേ റിജക്ഷൻസ് വന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ കുറേ ഇൻസ്റ്റഗ്രാം വീഡിയോസും ഇങ്ങനെ ഇൻ്റർവ്യൂ എങ്ങനെ ക്രാക്ക് ചെയ്യാം, എങ്ങനെ റെസ്യൂമെ ഉണ്ടാക്കാം, അങ്ങനത്തെ കുറേ വീഡിയോസൊക്കെ ഞാൻ എടുത്തിരുന്ന് കണ്ടിട്ട് ഞാൻ അത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ നിന്ന് ഒന്ന് മാറ്റി നോക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എനിക്ക് റെസ്യൂമെ ഷെയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഞാൻ കണ്ടിട്ടുള്ളത് എല്ലാവർക്കും ഒരു കോമൺ റെസ്യൂമെ ഉണ്ടാവും. എപ്പോഴോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു റെസ്യൂമെ, അതിൽ ജസ്റ്റ് ഇപ്പോൾ ഓരോ വർഷം എക്സ്പീരിയൻസ് ആഡ് ചെയ്ത് വിടും. അതാണ് എല്ലാ റോളിനും അപ്ലൈ ചെയ്യുന്നത്. ഏത് റോള് കണ്ടാലും ആ ഒരു റെസ്യൂമെ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് വെക്കും. അപ്പോൾ ഞാൻ മാറ്റി ചെയ്തത് ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ട് എൻ്റെ റെസ്യൂമെ ഞാൻ കംപ്ലീറ്റ്ലി മാറ്റി. സ്കിൽസും എല്ലാം എന്താണോ ഇമിഗ്രേഷന് വേണ്ടത് അതാക്കി മാറ്റി. എന്നിട്ട് എൻ്റെ റെസ്യൂമെയിൽ ഏത് റോളിലാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ആ റോളിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ കീവേഡ്സ് മാത്രം എടുത്തു. കീവേഡ്സ് എടുത്തിട്ട് ഞാൻ എൻ്റെ വർക്ക് എക്സ്പീരിയൻസിൽ, എൻ്റെ ജോബ് ഡ്യൂട്ടീസിൽ ഞാനതങ്ങ് ആഡ് ചെയ്തു. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്, എനിക്കറിയില്ല ഇങ്ങനെ ആണോ എന്ന്, ഈ വൈൽ ഒരു റോള് ഓപ്പണിംഗ് വരുമ്പോൾ ഒരു 500-600 ആപ്ലിക്കേഷൻസ് ആയിരിക്കും ചിലപ്പോൾ അതിന് വരിക എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ 500-600 ആപ്ലിക്കേഷൻസും HR-മാരല്ലേ ടാലന്റ് അക്വിസിഷൻ ടീമിലെ ആൾക്കാരും മാനുവലി ഇരുന്ന് വായിച്ചു നോക്കിയിട്ടാണ് സോർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജസ്റ്റ് കീവേഡ്സ് മാത്രം ക്യാച്ച് ചെയ്തിട്ടായിരിക്കും റെസ്യൂമേസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ജോബ് ഡിസ്ക്രിപ്ഷന് വേണ്ട കീവേഡ്സ് നമ്മുടെ റെസ്യൂമേയിൽ ഉണ്ടായാൽ ചിലപ്പോൾ നമ്മൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും, നമുക്ക് നല്ല സ്കില്ലുള്ള ആൾക്കാരായിരിക്കും, പക്ഷേ റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റ് ആവുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ്. അത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ ഓൾമോസ്റ്റ് എല്ലാവരും അത്യാവശ്യം നല്ലോണം പ്രോസസ്സ് അറിയാവുന്ന ആൾക്കാരാണ്. നമുക്ക് കുറച്ച് സ്കില്ലുണ്ട്, നമുക്ക് കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലും ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യുക എന്നുള്ളത് കുറച്ച് ഈസിയാണ്. പക്ഷേ റെസ്യൂമെ ഷോർട്ട് ലിസ്റ്റ് ആയി കിട്ടുക ആ ഒരു ഫസ്റ്റ് സ്റ്റേജ് കടന്നു കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് ആ കീവേഡ്സ് എടുത്തിട്ട് എൻ്റെ റെസ്യൂമെ പ്രിപ്പയർ ചെയ്തു. അത് വെച്ചിട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് വെച്ചിട്ട് ഒരു റോളിൽ അപ്ലൈ ചെയ്തു. അടുത്ത റോള് വരുമ്പോൾ ഞാൻ നോക്കും കീവേഡ്സ് അത് തന്നെ യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കും. ഇല്ലെങ്കിൽ ഞാൻ അതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം എനിക്കൊരു ഇൻ്റർവ്യൂ കോള് വന്നിട്ട് ഇങ്ങനെ ഇമിഗ്രേഷനിലേക്കാണ് പ്രൊസീഡ് ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓക്കെ ശരി. അപ്പോൾ എനിക്ക് 9 months 10 months എക്സ്പീരിയൻസേ ഉള്ളൂ ഇമിഗ്രേഷനിൽ. അങ്ങനെ ശരിയെന്ന് പറഞ്ഞു. പിന്നെ ഇൻ്റർവ്യൂ പ്രോസസ്സും ഡിഫറെൻ്റ് ആയിരുന്നു. സെയിം തന്നെ ഫ്രാഗ്മണിൽ വൈൽ പോയ കുറേ ആൾക്കാർക്ക് ജസ്റ്റ് 1 round ഇൻ്റർവ്യൂ, HR റൗണ്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ റൗണ്ട് ഇൻ്റർവ്യൂസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ എന്നെ എടുത്ത ടീമിലത്തെ ഇൻ്റർവ്യൂ പ്രോസസ്സും ഡിഫറെൻ്റ് ആയിരുന്നു. ഫസ്റ്റ് എന്നെ HR വിളിച്ച് സംസാരിച്ചു, എക്സ്പീരിയൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. സെക്കൻഡ് ഒരു ടെക്നിക്കൽ റൗണ്ട് വെച്ചു. ആ ടെക്നിക്കൽ റൗണ്ട് ഒരു 45 minutes എന്തായിരുന്നു ആ ടെക്നിക്കൽ റൗണ്ട്. അതിൽ 44 minutes ഫുള്ളി പ്രോസസ് റിലേറ്റഡ് കാര്യങ്ങൾ മാത്രമാണ് ചോദിച്ചത്. A to Z കാര്യങ്ങൾ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 2 weeks എന്താ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ടോപ്പിക്ക് തന്നു, ഒരു മെയിൽ അയച്ചിട്ട് പറഞ്ഞു ഒരു ടോപ്പിക്ക് തരാം, ആ ടോപ്പിക്കിന് വേണ്ടി ഒരു പവർ പോയിന്റ് പ്രിപ്പയർ ചെയ്തിട്ട്
നെക്സ്റ്റ് ഡേ ഒരു ടൈം തന്നിട്ട് ആ ടൈമിനുള്ളിൽ ഷെയർ ചെയ്യണം. അത് ഷോർട്ട് ലിസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു PPT ഒക്കെ ഉണ്ടാക്കി അയച്ചു കൊടുത്തു. ഒരു 2 days കഴിഞ്ഞപ്പോൾ വീണ്ടും HR വിളിച്ചിട്ട് പറഞ്ഞു PPT ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അടുത്തത് ഈ PPT പ്രസൻറ്റ് ചെയ്ത് കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ 2 മാനേജേഴ്സ് ഡയറക്ടർ ആരും ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആ PPT പ്രസൻറ്റ് ചെയ്തു. നമ്മൾ ശരിക്കും ഒരു ക്ലയൻറ്റിൻ്റെ മുന്നിൽ നമ്മളെങ്ങനെയാണോ PPT പ്രസൻറ്റ് ചെയ്യുക അതേപോലെ PPT ഒരു 15 minutes ടൈമിനുള്ളിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്ത് കാണിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് അവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഇൻ ബിറ്റ്വീൻ ഒക്കെ ചോദിച്ചു. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്ത് ആ PPT പ്രസൻറ്റേഷനും കഴിഞ്ഞു. അതും കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1 week or 2 weeks 3 weeks എന്തോ കഴിയുമ്പോഴാണ് HR എന്നെ ഡയറക്റ്റ്ലി വിളിച്ചിട്ട് സെലക്ട് ആയി പാക്കേജിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഓരോരുത്തരുടെയും ഇൻ്റർവ്യൂ പ്രോസസ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. ചില ആൾക്കാർക്ക് ഇത്രയും ഈ PPT പ്രസൻറ്റേഷൻ ഒന്നും ഞാനാണ് ഫസ്റ്റ് ടൈം ഞാനായിരുന്നു അത് കേൾക്കുന്നത്, ഓക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ ഓരോരുത്തരുടെയും ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ചില ആൾക്കാർക്ക് ഇത്രയും പാടുപോലും ഉണ്ടാവില്ല, ജസ്റ്റ് ഫസ്റ്റ് ഒരു റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ കിട്ടുന്ന ആൾക്കാരുണ്ട്. ഓരോരുത്തർക്കും എടുക്കുന്ന ടീം പോലെ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടീം പോലെ, നമ്മുടെ എക്സ്പീരിയൻസ് പോലെ ഇരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ള എനിക്കിങ്ങനെ ആൾക്കാർ മെസ്സേജ് അയക്കും. ജസ്റ്റ് ഇപ്പോൾ കോളേജിൽ നിന്ന് പാസ് ഔട്ടായ കുട്ടികളൊക്കെ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, എങ്ങനെയാണ് റെഫർ ചെയ്യാമോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കും. എല്ലാവർക്കും ഒന്നും എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എനിക്ക് റെഫർ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. എനിക്ക് എത്ര പേരെ വേണമെങ്കിലും റെഫർ ചെയ്യാം. നിങ്ങൾ റെഫർ ചെയ്ത് നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടി എനിക്കാണ് ബോണസ് കിട്ടുക. അപ്പോൾ എനിക്ക് റെഫർ ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ പ്രോപ്പറായിട്ടൊരു ഒരു ജോബ് കണ്ടെത്തി, അല്ലാണ്ട് എന്നോട് വന്നിട്ട് നിങ്ങൾ അവിടെ എന്ത് ഓപ്പണിംഗ് ഉണ്ട് അതിൽ എന്നെ എടുക്കാമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അങ്ങനെ ഒന്നും പറയാൻ. നിങ്ങളൊരു റോള് കണ്ടെത്തി അതിൻ്റെ ജോബ് റിക്വസിഷൻ IDയും ഷെയർ ചെയ്ത് നിങ്ങളുടെ അപ്ഡേറ്റ് റെസ്യൂമെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റെഫർ ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ഞാൻ ആരെ വേണമെങ്കിലും റെഫർ ചെയ്യാം. എന്നാലും എല്ലാവരും എനിക്ക് അയക്കരുത്. എനിക്ക് പറ്റുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് ജസ്റ്റ് ഇപ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ കോളേജ് കഴിഞ്ഞ സമയത്ത് ഞാനിങ്ങനെ എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എടുത്ത് നോക്കുകയാണ്, എൻ്റെ കണക്ഷൻ ലിസ്റ്റിൽ ഫുള്ള് EY ടീമായിരിക്കും, EY HR ടീം, EY ടാലൻറ്റ് അക്വിസിഷൻ ടീം, ഇത് തന്നെയായിരിക്കും. കാരണം ഞാൻ കുത്തിയിരുന്ന ആൾക്കാർക്ക് മെസ്സേജ് അയക്കുമായിരുന്നു. ഈ അത്യാവശ്യം നല്ല വലിയ റോളിലുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ എൻ്റെ റെസ്യൂമെ കൊടുത്തിട്ട് ഈ റെസ്യൂമെ ഓക്കെ ആണോ, എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണോ അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കുമായിരുന്നു, സജഷൻസും ഒക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം. ഞാൻ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ കമൻസ് ഫുൾ വായിച്ചു. മൊത്തം നെഗറ്റീവ് കമൻസ് ആയിരുന്നു. EY ആണോ ഡ്രീം, അങ്ങനെ ഇങ്ങനെ ഇതാണോ ഡ്രീം, ഒരു കുട്ടി അവിടെ മരിച്ചതല്ലേ അതറിയത്തില്ലേ, എന്നിട്ടും EY ഡ്രീം ആണോ ഇല്ലേ അങ്ങനെയൊക്കെ ചോദിച്ച് കുറേ. പക്ഷെ അത് എൻ്റെ ഡ്രീമാണ്. ബിഗ് ഫോറും വേറെ കമ്പനീസ് ഉണ്ട്, പക്ഷേ EYയിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഡ്രീമായിരുന്നു. ഞാൻ അതിനു വേണ്ടി കുറേ വർക്ക് ചെയ്തു. ഞാൻ റിജക്ഷൻസ് വരുമ്പോൾ ഇപ്പം ഞാൻ കുറേ എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ട്, റിജക്ഷൻ വന്നു കഴിയുമ്പോൾ അവർ അതും റിജക്റ്റായി, ഇനി വേണ്ട അടുത്ത് അങ്ങനത്തെ രീതിയിൽ പറയുന്നു. പക്ഷെ ഞാൻ അപ്പോഴും ഇല്ല, ഒന്ന് പോയാൽ അടുത്തത് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും കുത്തിയിരുന്ന് ഒരു ദിവസമൊക്കെ ഫുള്ളി ഡെഡിക്കേറ്റ് ചെയ്തിരുന്നിട്ട് ഞാൻ റോൾസ് കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കും, റെഫർ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കൊടുക്കും. അങ്ങനെ റെഫർ ചെയ്തിട്ടാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമുക്ക് ഒരു റിജക്ഷൻ വന്നാൽ അല്ലെങ്കിൽ 50 റിജക്ഷൻ വന്നാൽ 100 റിജക്ഷൻ വന്നാലും നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് പറ്റിയൊരു റോളിൽ നമുക്ക് കിട്ടും. ആ സമയത്ത് ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ അവിടെ കയറിയാലും സ്റ്റിൽ നമ്മളിവിടെ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മൾ പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ കാര്യം. പിന്നെ എൻ്റെ ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ഇതായിരുന്നു. പിന്നെ നിങ്ങൾ ഓരോരുത്തരും റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതനുസരിച്ചിട്ട് ഇപ്പം ജസ്റ്റ് കോളേജിൽ നിന്ന് പാസ് ഔട്ടായി വന്ന ആൾക്കാർക്ക് അങ്ങനെ കീവേഡ്സ് ഒന്നും കൊടുക്കാൻ, അവരുടെ എക്സ്പീരിയൻസ് കൊടുക്കാനില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്കിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, നമുക്ക് എന്തൊക്കെ സ്കിൽസ് ഉണ്ടെന്ന് ആഡ് ചെയ്യാൻ. ആ സ്കിൽസിൽ എന്തൊക്കെയാണോ ആ റോളിന് വേണ്ട സ്കിൽസും അവരെല്ലാ ജോബ് ഡിസ്ക്രിപ്ഷനും ഏത് റോൾ എടുത്താലും ആദ്യമേ ജോബ് ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിൻ്റെ താഴെ സ്കിൽസ് റിക്വയർഡ് എന്നും പറഞ്ഞും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനകത്തുള്ള സ്കിൽസ് എടുക്കുക, എന്നിട്ട് അതിന് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ റെസ്യൂമിൽ ആഡ് ചെയ്യുക. പിന്നെ ജസ്റ്റ് ഫ്രഷേഴ്സ് ആയിട്ട് ഇറങ്ങിയ ആൾക്കാർ പോയി നമ്മൾ മാനേജർ റോള് അല്ലെങ്കിൽ സീനിയർ റോള് അങ്ങനത്തെ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷൻ കിട്ടില്ല, നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് ആവില്ല. അതാണ് ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ അല്ലാതെ കിട്ടിയിട്ടുള്ള ആൾക്കാർ കാണും, അപ്പോൾ ഇനി അത് വന്നിട്ട് ഓക്കെ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ എൻട്രി ലെവലിൽ മാത്രം അപ്ലൈ ചെയ്യുക.
ജസ്റ്റ് ബേസിക് അസോസിയേറ്റ് അല്ലെങ്കിൽ അനലിസ്റ്റ് റോളുകൾ മാത്രം അപ്ലൈ ചെയ്യുക. അതാണ് നമ്മൾ എങ്ങനെയെങ്കിലും എൻട്രി ലെവലിൽ കയറാൻ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്ക് പറ്റുള്ളൂ. അപ്പോൾ അല്ലാണ്ട് ഒരു എക്സ്പീരിയൻസും ഇല്ല, ജസ്റ്റ് കോളേജിൽ നിന്ന് ഇറങ്ങി നമ്മളൊരു സീനിയർ റോളിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മൾക്ക് റിജക്ഷൻ എന്തായാലും വരും, നമ്മുടെ പ്രൊഫൈൽ അവിടെ മാച്ച് ആവത്തില്ല. അപ്പോൾ എപ്പോഴും എൻട്രി ലെവൽ മാത്രം കണ്ടെത്തി ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കിയിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് ആണോ അവർക്ക് വേണ്ടത്, അതിനുള്ള എക്സ്പീരിയൻസ് നമുക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം ആ റോളിന് അപ്ലൈ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ റെസ്യൂമെ അപ്ഡേറ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വർക്കൗട്ട് ആവുന്നുണ്ടോ. ഒരാൾക്കെങ്കിലും വർക്കൗട്ടായി അത്രയും സന്തോഷം. പിന്നെ ഇപ്പോൾ റിജക്ഷൻ വന്നു, അല്ലെങ്കിൽ ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ, എനിക്ക് ജോലി ആയില്ല, അങ്ങനെ കുറച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇഷ്ടംപോലെ സമയമുണ്ട്, നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. കുറേ ഹാർഡ് വർക്ക് ചെയ്താൽ ഒരു ദിവസം എന്തായാലും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ. എൻ്റെ ചുറ്റുമുള്ള എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ഫാമിലിക്കും നല്ലോണം അറിയാം എനിക്ക് EY എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഡ്രീമായിരുന്നു എന്ന്. ഞാൻ അതിനുവേണ്ടി എത്ര വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതും എല്ലാവർക്കും അറിയാം. അപ്പം ഞാനിത് എടുത്തപ്പോൾ എനിക്ക് ജോലി കിട്ടിയപ്പോൾ എന്നോട് കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞു, നീ അത്രയും ഹാർഡ് വർക്ക് ചെയ്തു, നീ അതിനു വേണ്ടി വർക്ക് ചെയ്തു എന്നാണ്. ചിലപ്പോൾ പുറത്തുനിന്ന് കേൾക്കുന്ന ഒരാൾക്ക് തോന്നുമായിരിക്കും ഈ ഒരു കമ്പനിയിൽ കയറുന്ന ഇത്ര വലിയ കാര്യമാണെന്നൊക്കെ തോന്നും. പക്ഷെ നമ്മളത് ആഗ്രഹിച്ച് കയറുമ്പോൾ അത് വലിയ കാര്യം തന്നെയാണ്. എൻ്റെ ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടുമാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ഓരോരുത്തരും നമ്മൾ കുറച്ച് എഫേർട്ട് ഇട്ട് കുറച്ച് ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് കുത്തിയിരുന്ന് റെസ്യൂമൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇൻ്റർവ്യൂ നല്ലോണം എല്ലാവരും അപ്ലൈ ചെയ്യുക, എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ജോലി കിട്ടട്ടെ, എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.